ആർക്കൊരു കഥ പറയാനില്ലേ? യാത്രാ വിവരണത്തിന്റെ കഥ പറയാൻ വന്നിരിക്കുന്ന 4 പേരാണ്. ആകെ ഇവിടുന്ന് റേഷൻ കട മാള വീഗലാൻഡ് പോയേക്കണ ആൾക്കാർ ഒരാള് കഴിഞ്ഞു. ഞാൻ മൈസൂർ വരെ പോയിട്ടുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വായുതാളത്തിന്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. യാത്രകളെ സ്നേഹിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പലർക്കും കോളേജുകളിലും സ്കൂളുകളിലും എല്ലാവർക്കും യാത്രകളോട് ഭയങ്കര ഇഷ്ടമായിട്ട് യാത്രകളൊക്കെ ചെയ്ത് പരിചയമുള്ളവരായിരിക്കും ഒരുപാട് പേര്. പക്ഷെ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെയും കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവന്റെ അടുത്തിറങ്ങിയ ഒട്ടുമിക്ക എല്ലാ ബോയ്സ് ഗ്യാങ്ങിലും ഉണ്ടാവുന്ന കാര്യമാണ്. ട്രിപ്പ് പോകാനായിട്ട് ചാടി പറഞ്ഞ് പ്ലാൻ ചെയ്യും. കാലത്ത് തന്നെ എഴുന്നിട്ട് അത് ഇത് ചെയ്യുക, അവിടെ പോയി ഒരു 100 സ്ഥലം പറയും. ഓരോരുത്തരായിട്ട് പതിയെ മാറി തുടങ്ങും. ഏറ്റവും അവസാനം ഈ പ്ലാൻ ക്യാൻസലാവും. വീണ്ടും ഒരു 2 മാസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത പ്ലാൻ തുടങ്ങും. അടുത്ത വേനൽ വരും, അടുത്ത മഴക്കാലം വരും, അടുത്ത മഞ്ഞുകാലം വരും. ഇത് കഴിയുമ്പോൾ ഇത് തന്നെ പരിപാടി. നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ചെറുപ്പത്തില് ഞാൻ ആദ്യമായിട്ട് യാത്ര പോയത് എനിക്ക് ഇവിടെ അവിടെ പള്ളിയിൽ നിന്ന് കാറ്റീസ് അല്ല ആൾത്താരയിൽ ഓട്ടോ പോയിട്ട് വയനാട് പോവാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം വയനാടാണ്. വയനാട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞാൻ ഇവിടെ തന്നെ എന്തോരം പേരെ കൊണ്ടുപോയിക്കണ വയനാട്. ഇയാള് ലാസ്റ്റ് വയനാട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല സുന്ദരമായ സ്ഥലം എന്ന് പറഞ്ഞ വയനാടാണ്. പ്രമോഷൻ മാത്രല്ല, ഞാൻ പറയാം, വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ജില്ലകളിൽ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു എൻട്രി. ആ ചുരമൊക്കെ കയറി വന്നു കഴിയുമ്പോ വെൽക്കം ടു വയനാട് എന്ന് പറഞ്ഞൊരു കവാടം. ആ കവാടം കാണുമ്പോ തന്നെ മിക്കതും കാലത്ത് തന്നെ പോകണം. കാലത്ത് തന്നെ പോകുമ്പോ ആ കവാടവും ഒരു കോടയും ഫീൽ ചെയ്തിട്ടില്ല. അത് കയറി ചെന്ന് കഴിയുമ്പോ നമ്മ ആ കവാടം കാണുമ്പോ ഒരു ഫീൽ ഉണ്ട്. അത് ഭയങ്കര അത് വേറെ ഏത് ജില്ലയിലേക്ക് കടക്കുമ്പോഴും അങ്ങനത്തെ ഒരു ഫീൽ കിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു എൻട്രി, അങ്ങനത്തെ ഒരു ബോർഡ്, അങ്ങനത്തെ വയനാട് എന്ന് പറഞ്ഞൊരു ജില്ല ഈ പറഞ്ഞോണം ഇല്ലാന്ന് പറയണത് ശരിക്കും. സ്ഥലങ്ങളുണ്ട്, വയനാട് ജില്ല ഉണ്ട്. വയനാട് ജില്ലയുടെ പേരിൽ സ്ഥലമില്ല. വയനാട് ജില്ലയില്ല അല്ല വയനാട് ജില്ലയുണ്ട്. വയനാട് ജില്ല ഉണ്ടെന്നില്ല. ഇപ്പൊ നമ്മള് തൃശ്ശൂര് ജില്ല എന്ന് പറയുമ്പോ തൃശ്ശൂരിന്റെ ടൗൺ ആയിട്ട് തൃശ്ശൂർ ടൗൺ ഉണ്ട്. പ്രോപ്പറായിട്ട് വയനാട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ സ്ഥലം ഇല്ല. വയനാട് ജില്ല ആയിട്ടുണ്ടെങ്കിൽ വയനാട് പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്ന സാധനമില്ല. പക്ഷെ നമുക്ക് ആ ചുരമൊക്കെ കയറി ചെന്ന് കാണുന്ന ഒരു വയനാട് ഇതിലേക്ക് സാധനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതൊരു ഭയങ്കര ഒരു ഫീലാണ്. എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ പോയേക്കുന്നതും ഞാൻ കല്യാണം കഴിക്കണേക്ക് മുന്നേ വയനാട് ഞാൻ ഇതുവരെയും കല്യാണത്തിന് മുന്നേ വയനാട് എന്ന് പറഞ്ഞൊരു പോയിട്ടില്ല. ഞാൻ ആകെ പോണത് യാത്ര ചെയ്തേക്കുന്നത് സഞ്ചാരപ്പോണ് വയനാട്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ശരിയല്ലേ? വയനാട് എന്ന് പറയുന്ന അത് കാണാൻ വേണ്ടി പോയതാ. പെണ്ണാണാൻ വേണ്ടി തന്നെ. പെണ്ണാണെന്നല്ല, അവളെ കാണാൻ അവളുടെ വീട്ടുകാർക്ക് നമ്മളെ കാണണം എന്നുള്ളൊരു പേരിൽ ഞങ്ങൾ പോയി. പക്ഷെ അത് വഴി തെറ്റിയതല്ല, നമുക്ക് വഴി അറിയില്ല. വെളുപ്പാങ്കാലത്ത് നമ്മ യാത്ര ചെയ്യണ്. വെളുപ്പിന് ഒരു 4 മണിക്കൊക്കെ യാത്ര ചെയ്ത് മഴ ഗൂഗിൾ മാപ്പ് ഒന്നും ഇട്ടില്ല. സഞ്ചാണ് വണ്ടി ഓടിക്കാൻ. സഞ്ചാണ് സ്ഥലം അറിയുള്ളൂ. ഞങ്ങൾ ബൈക്കിൽ കയറിയിരുന്ന് മഴ എന്ന് പറഞ്ഞാൽ നിന്നിട്ടില്ല. അന്നത്തെ ദിവസം മഴ നിന്നിട്ടില്ല. ഞങ്ങൾ യാത്ര ചെയ്തു. പാലിയേക്കര കഴിഞ്ഞു. സഞ്ചാരം ചോദിക്കും നേരെ അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വിചാരിക്കുന്നത് ആ നേരെ വഴി, ആ നേരെ പൊക്കോ, അങ്ങോട്ട് തിരിയാനൊന്നുമില്ല, നേരെ പൊക്കോളാൻ പറഞ്ഞു. പോയി ഞങ്ങൾ മഴ ഒരു 7 മണി 8 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മഴയൊക്കെ മാറി, സ്ഥലങ്ങളൊക്കെ മാറി കാണുന്നു. തമിഴ്നാട് ബോർഡർ, തമിഴ്നാട് ബസ്സൊക്കെ കണ്ടെടുക്കാൻ. അപ്പൊ ഇവിടുന്ന് യാത്ര നമുക്ക് കയറുന്ന സമയത്ത് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ യാത്ര മതി വയനാട് എത്താൻ. ഈ 6 മണിക്കൂർ എത്തിയിട്ട് ഞങ്ങൾ വയനാടിന്റെ ഒരു ബോർഡർ ഒരു പ്രകൃതി കാണാനില്ല. കുറച്ച് കഴിയുമ്പോൾ തമിഴ്നാട്, സേലം 20 കിലോമീറ്റർ. സേലം കോയമ്പത്തൂർ 20 കിലോമീറ്റർ. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ വയനാട് യാത്രയുടെ ഒരു ഓർമ്മ. അവസാനമാണ് ഗൂഗിൾ മാപ്പ് നോക്കിയത്. കാരണം നമുക്ക് അവിടെ സംശയമില്ല. അപ്പൊ അതാണ് നമ്മുടെ യാത്രയുടെ വയനാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ ഉള്ളത്. ഇനി അടുത്ത കണ്ടിന്യൂ ചെയ്തോ. അല്ല, ഞാൻ വയനാടിന്റെ ഒരു ഓർമ്മ. ഞാൻ ആദ്യമായിട്ട് യാത്ര പോയത് മൂന്നാറ്. ഞാനും എന്റെ കമ്പനിക്കാരനും കൂടി. ഞാൻ +1 പഠിക്കുമ്പോ ബൈക്കിന് ക്ലാസ്സിൽ നിന്ന് പോയിട്ടുണ്ട്. വീഗാലാൻഡ്.
അത് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരുടെയും ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്ന സാധനം വീഗലാൻഡ് ആയിരിക്കും. എനിക്ക് പോയുള്ളൂ. ഞാൻ ഇതുവരെ ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പക്ഷെ ഞാൻ പോയേക്കണത് മടത്തു മുടിച്ച് പോയിരുന്നു. ഞാൻ മാത്രമാണ് സ്കൂളിൽ ട്രിപ്പ് വീഗാലാൻഡാ മറ്റേതായിരിക്കും നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. അതെപ്പോഴെന്നറിയോ ഞാൻ പോയത് അങ്ങനെയല്ലടാ. ഞാൻ ഇവിടുന്ന് പോയിട്ട് ഞാൻ ഐരാണികുളത്ത് പഠിക്കുമ്പോഴാണ് പോയത്. ഇവിടുന്ന് മടത്തുമ്പോ സ്കൂളിൽ നിന്ന് ഇത് പോണെന്ന് പറഞ്ഞപ്പോ അനിയനുണ്ടായിരുന്നു, എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു 5. അപ്പൊ ഇവർക്ക് ഉണ്ടായത് ഗാർഡിയനായിട്ട് പോയത് ഞാൻ. അത് ഞങ്ങൾ പോയത് എയർപോർട്ട് കണ്ടു, തൃപ്പൂണിത്തറ ഹിൽ പാലസ് കണ്ടു, മറൈൻ ഡ്രൈവ് കണ്ടു. അന്ന് ഇപ്പൊ നമുക്കൊരു വില ഉണ്ടാവില്ല. എനിക്ക് നല്ല വിലയുണ്ട് ഇപ്പോഴും. എനിക്ക് അന്ന് സ്വിറ്റ്സർലൻഡ് ആയിരുന്നു. പണ്ട് കാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് മാളാന്ന് പറയുമ്പോൾ തന്നെ വലിയ ദൂരമുള്ള കാലം. നമുക്ക് വണ്ടികൾ ഉണ്ടായില്ല. ഇന്നൊക്കെ കുഞ്ഞു പിള്ളേർക്ക് മാളയ്ക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ പേടിയായിരുന്നു അത്ര ദൂരമൊക്കെ പോവാൻ. മാള വരെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ട് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഞാൻ വന്ന് അമ്മ വീട്ടിലൊക്കെ ചെല്ലുമ്പോ പറയല്ലേ, അമ്മയുടെ വീട്ടില് അമ്മ വീട്ടിൽ പറഞ്ഞേ അമ്മയുടെ വീട്ടിലൊക്കെ നമ്മ ഒറ്റയ്ക്ക് എല്ലാവരും അപ്പന്റെ അമ്മയുടെ എങ്ങനെ വന്നേ? അപ്പൊ നീ ഒറ്റയ്ക്ക് വന്ന് ബസ്സിന് വന്നു ഒറ്റയ്ക്ക് വന്നാന്ന് പറയുമ്പോ അമ്മ എന്തോ ഒറ്റയ്ക്ക് വന്ന് അത് എത്തിയപ്പോള്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ പിള്ളേര് വീഡിയോ ചിലപ്പോ അവര് അതിരപ്പള്ളി വരെ ഇപ്പൊ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരായിട്ട് പോകും. നമുക്ക് അതിരപ്പള്ളിയൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമായിരുന്നു അതിരപ്പള്ളി. നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ കുറെ പേരൊക്കെ ആയിട്ടാണ് ടൂർ പോയിക്കണത്. ഇപ്പൊ അങ്ങനത്തെ ഒരു ബസ് കൾച്ചറൊക്കെ കുറഞ്ഞു തുടങ്ങി. ഒരു 5 പേര് 6 പേരൊക്കെ കൂടി ഒരു കാർ എടുത്തിട്ട് +1 +2 പഠിക്കുന്ന പിള്ളേര് വരെ കാർ എടുത്തിട്ട് മൂന്നാർ കൊടൈക്കനാൽ ട്രിപ്പ് പോവാ. അത് വൈബായിരിക്കും. വൈബായിരിക്കും. അല്ല, ഞാൻ ഒരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റം കൂടി ഞാൻ പറഞ്ഞാണ്. അങ്ങനെ എൻജോയ് ചെയ്തവരാണ്. അങ്ങനെ 5 പേരിൽ ഒതുങ്ങിയിട്ടും അതിലും കുറഞ്ഞ് ഒറ്റയ്ക്ക് യാത്ര സഞ്ചരിക്കണവരാണ് വാഗ. ഈ അടുത്ത് ദൂതൻ, ഇൻസ്റ്റാഗ്രാം ഐഡി ദൂതൻ. ഒറ്റയ്ക്ക് അങ്ങനെ ഈ അടുത്തിടയ്ക്ക് നമ്മ എല്ലാവരും കൂടി ഒരു രാത്രിയിൽ ഇരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക ഒരു റൂമിൽ ഇരുന്നിട്ട്. ഞാൻ വിചാരിക്കണ കൂടിയില്ല പിറ്റേ ദിവസം കാലത്ത് എനിക്ക് നോക്കി മൈസൂര് ജിറാഫ് ഉണ്ട് അത് പറഞ്ഞ് ആള് നിർത്തി. സിറാജിനെ കാണാൻ പോയി. മൈസൂര് സിറാജ് ഉണ്ടെന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞ് എല്ലാരും പോയി കിടന്നുറങ്ങി. ആള് മാത്രം ഉറങ്ങിയില്ല. ഭയങ്കര ഒരു സങ്കുചിതമായിരുന്നു. അന്ന് രാത്രിയൊക്കെ കിടന്ന് രാത്രി എനിക്ക് ബാഗും മേടിച്ചിട്ട് ഒറ്റ പോക്കാ. ഇന്ത്യയില് സിറാജ് ഉള്ളതാകെ മൈസൂർ മാത്രമേ ശരിക്കും അതിനെ കാണാൻ വേണ്ടി മാത്രമാണോ നീ പോയത്? അല്ല, ഒരു യാത്ര പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ കൂടി പ്ലാൻ ചെയ്ത് ബൈക്കിന് ഇത്ര ദൂരൊക്കെ പോകുമ്പോ തണ്ടല് പഞ്ചറാവില്ലേ? നിർത്തി പോവാലോ, കാണാൻ പറ്റണല്ലേ നീ രംഗത്ത് നീ യാത്ര അന്ന് പോയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. അന്ന് പോയെന്ന് പറഞ്ഞാ തലേദിവസം വീട്ടിൽ ചെന്നതിനിപ്പോ അങ്ങനെ ആലോചിച്ച് മൈസൂർ എന്തായാലും പോകണം. പിറ്റത്തെ ആഴ്ചത്തേക്ക് വെച്ചില്ല. കാലത്തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് വിട്ട്. എന്തായാലും ഒറ്റയ്ക്ക് പോണേ, പിന്നെ ആരെയും വിളിക്കാനില്ലല്ലോ. ഒരു പോക്കാണ് ഡ്യൂക്കിന്, സ്വന്തം വണ്ടിക്ക് ഒരു പോക്ക് യാത്ര. എന്താ അവിടെ അല്ലെങ്കിൽ പോയ പോക്കിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വന്ന പേര് ഓക്കെ പോണ പോക്കില് നമ്മ അവിടെ എത്തിയിട്ടില്ലല്ലോ. അവിടെ എത്തണല്ലേ ഉള്ളൂ. എത്തി പോണ വഴിക്ക് ഇവിടുന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ സ്റ്റോപ്പ് ഒന്നും ചെയ്തില്ല. ഇവിടുന്ന് നേരെ ഫസ്റ്റ് സ്റ്റോപ്പ് നിർത്തുന്നത് വയനാടാ. ഡിബിച്ചാണ്ട വയനാട്. ആ വയനാട് ഹരമാണ്. നേരെ വണ്ടി നിർത്തുന്നത് സുൽത്താൻ ബത്തേരിയിലാ. നമ്മ സുൽത്താൻ ബത്തേരിന്ന് ചുരത്തില് നിർത്തിയില്ല, ഒറ്റ വീട്ടില് വിട്ടെ. സുൽത്താൻ ബത്തേരിയിൽ നിർത്തി ചായ കുടിച്ചു. ക്ലീൻ സിറ്റി. കാലത്ത് ഞാൻ അവിടെ 7:30 എത്തിയേ. 7:30 എത്തിയപ്പോ നമ്മുടെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ഈ റോഡും അതൊക്കെ അടിച്ചു വരുന്നുണ്ട്. 7:30 അവിടെ ആൾക്കാര് അടിച്ചു വരാൻ അതിന് ആൾക്കാരുണ്ട്. 10 ചെടികള് എല്ലാ സാധനങ്ങളും വെച്ച് ഭയങ്കര വൃത്തിയാ. ഞാൻ കാരണം രാത്രിയിൽ ബസ് കയറി ഇവിടുന്ന് വയനാട് എത്തുമ്പോ അവിടെ കാലത്ത് തന്നെ ഈ ക്ലീനിങ് ഉണ്ടാവും. ഫുള്ള് ക്ലീനിങ്, നല്ലൊരു നീറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല. നമുക്ക് എത്തണോണ്ട് ഫുഡ് കുഴപ്പമുണ്ടായില്ല. ഫുഡ് കാലത്ത് തന്നെ ഒരു മസാല ദോശ അങ്ങോട്ട് പഠിച്ച്. ഞാൻ മസാല ദോശ തന്നെ ആയിരുന്നു. മസാല ദോശ, മൈസൂർ ദോശ, വെജ് തന്നെ. ഏറ്റവും യാത്രകളിൽ വെജ് ആയിരിക്കും നല്ലത്.
ചിക്കൻ അങ്ങനെ ഒന്നും കഴിച്ചില്ല. യാത്രകൾ കൂടുതൽ ചെയ്യണം. നീ വീഗാലാൻഡ് വരെ പോയിട്ടുണ്ട്. കൂടുതൽ യാത്ര ചെയ്യണം. വീഗാലാൻഡിൽ യാത്ര ചെയ്തേക്കണുണ്ട്. പിന്നെ എന്താ മൈസൂർ എത്താനുള്ളത് കൊണ്ട് നമുക്ക് അവിടെ നിന്നും ഒരു 5-6 മണിക്കൂറിന്റെ യാത്രയുണ്ട് നേരെ വിട്ട്. പിന്നെ മൈസൂരെ വണ്ടി തീർത്തണേ പാലസിൽ. പിന്നെ രാജാവിന് സുഖം, പൈസക്കാരനായ രാജാവാണ് ആള്. ആളുടെ കൊട്ടാരം കണ്ടറിഞ്ഞൂടത്. അങ്ങനല്ല, ഈ തൃപ്പൂണിത്തറയിലെ കൊട്ടാരം തൊട്ടുള്ള ദൂർത്ത അസല് മൈസൂര് കുത്താൻ ഭയങ്കര ദൂർത്താണ്. പുള്ളി യാത്രയില് അനുഭവിച്ചേക്കണ കൊറേ സാധനങ്ങൾ, പഠിച്ചു വെച്ചേക്കണ സാധനങ്ങളാണ്. മൈസൂര് സുൽത്താൻ ഭയങ്കര ദൂർത്താണ്. കൊറേ ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പൈസയുടെ കുഴപ്പം ആൾക്ക് കാര്യത്തില. ഒരു കൊട്ടാരം നിറച്ച് മറ്റേ 100 വോൾട്ടിന്റെ ബൾബ് പുറത്തിട്ടുണ്ട് കൊട്ടാരം മൊത്തം. അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായി കാണിച്ചരാ. പക്ഷെ അത് ഒരു കണക്കിന് നല്ലതല്ല, അത് കാണാൻ വേണ്ടി ആൾക്കാർ അത് കാണാം. പക്ഷെ ഇന്ന് പൈസന്റെ ഇമാതിരി പരിപാടിയാണ്. ടിക്കറ്റ് ഉണ്ട്, 2 ടൈപ്പ് ടിക്കറ്റാ. കാലത്ത് 5:30 ക്ലോസ് ചെയ്യും. എത്ര രൂപ ടിക്കറ്റ്? 100 രൂപ. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് 5:30 നമുക്ക് പുറത്തിറങ്ങണം. വീണ്ടും ലൈറ്റ് ഷോന്റെ ടിക്കറ്റ് വേറെ 100 രൂപ എടുത്തെടുക്കണം. അങ്ങനെ പരിപാടി. 5:30 ഇറങ്ങിയിട്ട് 6:30 അടുത്ത പരിപാടി. 200 രൂപയുണ്ട് ലൈറ്റ് ഷോയ്ക്ക്. പിന്നെ പുള്ളിക്ക് എന്ന് പറഞ്ഞാ പുള്ളിയുടെ ഹരം ഈ സിൽവറിന്റെ കസേര, സിൽവറിന്റെ കട്ടില്, സ്വർണത്തിന്റെ വടി, തണ്ട്, പുള്ളിയുടെ ഇഷ്ടം പരിപാടികള്. ഒരു ലോഡ് ഐറ്റം ഉണ്ട് അവിടെ. അന്നത്തെ ദിവസം അവിടെ സ്റ്റേ അടിച്ച് മൈസൂര് ഒറ്റയ്ക്കല്ലേ ഉണ്ടായുള്ളൂ. വണ്ടി ഓടിച്ച് ചെന്നതിന്റെ നല്ല ക്ഷീണമായിരുന്നു. താമസം ഞാൻ ഒരു റീല് കണ്ടിട്ട് ഒരു ആപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായി, സോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ഈ ട്രാവൽ ചെയ്യണവർക്കുള്ള ഒരു ആപ്പാണ് മെയിനായിട്ട്. എല്ലാ മലയാളീസ്, ഫോറിനേഴ്സ്, എല്ലാ ടീമുകളും. സോസ്റ്റൽ അത് എന്ന് വെച്ചാൽ എല്ലാ ട്രാവലേഴ്സും, എല്ലാ ലോകത്തിലുള്ള എല്ലാ ട്രാവലേഴ്സും ഒത്തുകൂടുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ എനിക്ക് റൂം കിട്ടിയില്ല എന്ന് വെച്ചാൽ ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് റൂം ഉണ്ടായില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായി ഞാൻ കൂർഗി പോകുമ്പോ അവരുടെ രീതിയിൽ തന്നെ റൂം എടുക്കുള്ളൂ എന്ന്. അന്ന് പിന്നെ സാധാ റൂം എടുത്തേ അവിടെ പാലസിന്റെ അടുത്ത് ലൈറ്റ് ഷോ കാണാൻ വേണ്ടി. മൈസൂര് അത്രയും കണ്ടുള്ളൂ. മൈസൂര് വലിയ. അപ്പൊ നീ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നില്ല ഒരു ടിബറ്റിയൻ? ടിബറ്റൻ. അത് നമ്മ പിറ്റേ ദിവസം ഇവിടേക്ക് പോയി കൂർഗില്. അത് മൈസൂരിന്ന് ഒരു 70-80 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. അവിടെ നിന്ന് ദൂരമുണ്ട്. എനിക്ക് മൈസൂരൊക്കെ ടിബറ്റിയൻ ആയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ വീഡിയോയിൽ കണ്ടപ്പോ എന്താ കാണുന്നത്? നേപ്പാൾ ഭാഗത്തേക്ക് അത് ബുദ്ധന്മാരുടെ ടിബറ്റിയന്മാരാ അല്ലേ? ടിബറ്റില് ടിബറ്റിലല്ല ടിബറ്റിയന്മാരുള്ള. നേപ്പാളിലാണോ? നേപ്പാളീസ് എന്നും പറയാ. പുള്ളി കലണ്ടറിൽ പോയിട്ടുണ്ട്. ഈ ടിബറ്റന്റെ ഇത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഈ ഗോൾഡൻ ടെമ്പിൾ കാണണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ 2ാമത്തെ ഡെസ്റ്റിനേഷൻ അതായിരുന്നു ബക്കറ്റ് ലിസ്റ്റില്. അപ്പൊ ഗോൾഡൻ ടെമ്പിൾ നമ്മ പോണ കാണാൻ. ഗോൾഡൻ ടെമ്പിൾ എന്ന് ഉദ്ദേശിച്ചത് മറ്റേ ബുദ്ധന്റെ ടെമ്പിൾ 3 കൂർഗില്. ഗോൾഡൻ ടെമ്പിൾ ശരിക്കും അവിടെയാണോ? അല്ല, പഞ്ചാബിലാ. കൂർഗില് ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്. സംഭവം ഇത് മറ്റേ സ്വർണം പൂശിയേക്കണതാണ്. ക്ഷേത്രമുള്ള സ്വർണം, ക്ഷേത്രത്തിന്റെ അകത്തുള്ള ബുദ്ധന്മാരെ ഇതാണ് സ്വർണ്ണമായിട്ട് വെച്ചേക്കണേ. ഗോൾഡൻ ബുദ്ധാസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാന്നാ. ഗോൾഡൻ ടെമ്പിൾ സംഭവം എനിക്ക് കിട്ടിയ ഭാഗ്യം എന്നിട്ടാന്നറിയോ? ഞാൻ അവിടെ ചെല്ലണ് എന്ന് രാവിലെ ഒരു 9:30 ആകുമ്പോ ചെല്ലുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ബുദ്ധന്മാരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും. അപ്പൊ ഞാനത് പോണേരുത് നമ്മുടെ ആശാൻ അസ്ലമോയമ്മിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പോണേ. അപ്പൊ പുള്ളി പറയുന്നുണ്ട് ഒരു 9:30-10 മണി ടൈമിൽ ചെല്ലാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥന എത്തിക്കും നമുക്ക് പുറത്തുനിന്ന് കേൾക്കാം. എല്ലാ ദിവസവും പ്രാർത്ഥന ഉണ്ട്. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയത്. അവിടെ ചെന്ന് 9:30 ചെന്ന് കഴിഞ്ഞപ്പോ അതിലും ഗ്രാൻഡ് പരിപാടി. അവർക്ക് മറ്റേ അവരുടെ എന്തോ ഒരു ഉത്സവം എന്തോ സെറ്റപ്പിൽ നടക്കുക അവിടെ. അപ്പൊ നമ്മ മരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് മനുഷ്യനായിട്ട് തന്നെ വരാൻ വേണ്ടിയുള്ള ഒരു ആചാരമാണ്. അപ്പൊ അത് ഭയങ്കര ഭാഗ്യമായി. എന്ന് വെച്ചാ 2-3 വർഷം കൂടുമ്പോ എങ്ങാണ്ട് ഉണ്ടാവുള്ളത്. അപ്പൊ അത് കാണാൻ പറ്റി മെയിനായിട്ട്. അതങ്ങനെ എല്ലാവർക്കും പോണവർക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എനിക്ക് കുറെ പേര് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോ മെസ്സേജ് നിന്റെ ടൈം, നീ പോയ ടൈം കറക്റ്റ് ആണ്, ബെസ്റ്റ് ടൈമാണ്,
അങ്ങനെ അധികം പേർക്കൊന്നും കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു സൗത്ത് ഇന്ത്യക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ ടിബറ്റന്റെ ആൾക്കാർ. ഞാൻ ഫസ്റ്റ് കയറി ചെന്ന് നമ്മ ഒരു കയറ്റം കയറി ചെന്നിട്ട് റൈറ്റിലേക്ക് പോയാലാണ് ഈ ടെമ്പിള്. പക്ഷെ ഞാൻ വഴി തെറ്റിപ്പോയി. ഞാൻ പോയി നേരെ ഇവരെ വില്ലേജിന്റെ അതിലേക്ക് പോയെ. ഫുള്ള് ടിബറ്റന്റെ ആൾക്കാർ. ഇവരാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ ചെന്നതിന് എന്നോട് ചോദിച്ചു എവിടെ നിന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു കേരള. അവര് ഹിന്ദിയാണ് കൂടുതലും, ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഹിന്ദി നമുക്കറിയാലോ. ഹിന്ദി ഒരു ഗൾഫ് പ്രവാസി അവന്റെ ഒരു പ്രായത്തിൽ അവൻ ശരിക്കും പറഞ്ഞ പഞ്ചാബിലാണ് ഗോൾഡൻ. അപ്പൊ കൂർഗില നോക്കിയാ ഇത് ഞാൻ അറിവില്ലാണ്ട് പറയുന്നു എനിക്ക് തോന്നുന്നുണ്ടാ. അതാണ് ഇത്ര നേരം സെർച്ച് ചെയ്തേ. അത് നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ട് നമ്മ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴുള്ള ഇതെന്ന് പറയാനാ എന്റെ ഫോൺ ഓഫായി, എല്ലാം ഓഫായി. എനിക്ക് നാവിഗേഷന് വഴിയില്ല. ഞാൻ അവിടെ നിൽക്കുക വില്ലേജില്. അപ്പൊ അവിടെ ഉള്ളവർ വന്നിട്ട് എന്നോട് ചോദിച്ചു എവിടേക്ക് പോകാനാ. ഞാൻ പറഞ്ഞു ടെമ്പിളിലേക്ക് പോകാനാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. അവരെനിക്ക് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോണേ, ഒരുമിച്ച് പോവാ കാണിക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് ചായ ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടാണ് അവർ വിട്ടേ. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് നേരെ ടെമ്പിളിൽ ചെന്ന് പ്രാർത്ഥന കാണാൻ വേണ്ടി കയറാൻ പറ്റും. പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ചെന്നേനപ്പോ അതിലും ഗ്രാൻഡ് പരിപാടി, അവരുടെ ഡാൻസും ഓരോ ആചാരങ്ങളും അതവിടെ ഒരു ഉച്ചവരെ ഇരുന്ന് കണ്ട്. അവരുടെ വില്ലേജിൽ അവർക്ക് സ്കൂളുകള് അവരുടെ തന്നെ അവർക്ക് സ്കൂളുണ്ട്, കടകളുണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ സെയിം സെറ്റപ്പ്. പക്ഷെ വേറൊരു രാജ്യം പോലെയാണ്. നേപ്പാളിൽ ചെന്ന പോലത്തെ അവസ്ഥയാണ് അവിടെ. ബിൽഡിംഗ് ഒക്കെ വ്യത്യാസമുണ്ട്. അവര് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടാ. പുറത്തുനിന്ന് വന്നു വെച്ചൊന്നും പ്രശ്നമൊന്നുമില്ല. അത് പോണ ശരിക്കും പറഞ്ഞാ ഒരു ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഈ ഇവരെ ഇത് എന്തൊരു സെലിബ്രേഷൻ ഉള്ള ടൈമിൽ പോകണം. അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി. ഇപ്പൊ വാഗ പോയ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഓരോ ഡെസ്റ്റിനേഷൻ. നമുക്ക് അവിടെ പോണം, ഇവിടെ പോണം. അവിടെ പോകാനായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞ ടൈമുകളിലൊക്കെ എനിക്ക് കുളു മണാലി ഒക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇതുവരെ പോകാൻ പറ്റാത്ത ഒരു സാധനം. ചേച്ചിയുടെ ഒപ്പം അല്ലെങ്കിൽ ചേച്ചിയുടെ ഒപ്പം അല്ല, എല്ലാവരായിട്ടും ആരായിട്ടും പോകണമെന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഹണിമൂൺ അങ്ങോട്ട് പോകണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ബെസ്റ്റ് ഒരു ഓപ്ഷൻ വന്നു മൂന്നാറ് വന്നു. മൂന്നാറ് പോയ സ്ഥലത്തിന്റെ അല്ല, ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലമാണ്. അത് അടിപൊളി സ്ഥലമായിരുന്നു. പറക്കാട്ടിന്റെ ഒരു റിസോർട്ടായിരുന്നു. മൂന്നാറ് എത്ര കണ്ടാലും മടുപ്പ് അങ്ങനെ വരില്ല. കുറച്ചൊക്കെ മൂന്നാറ് എപ്പോ ഇവിടുന്ന് പോയാലും ആ കയറ്റത്തുള്ള റൂം എടുക്കുക. ആ കയറ്റത്തുള്ള റൂം എന്നിട്ട് ആ അവിടെ താഴത്ത് ഫുഡ് കഴിക്കുന്നത്, സാധനം എടുക്കുന്നത് സെയിം പാറ്റേൺ ആണ്. അതിലൊരു മാറ്റമില്ല. അവിടെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ മല പോയിട്ടില്ല. പലപ്പോഴും ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു പോക്കും. അല്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് അവിടെ പോയി. കാന്തല്ലൂര്, മറയൂര് അവിടെ അത് സ്റ്റേ ചെയ്യണമെന്ന് വേണ്ടി വെച്ച് പോയതല്ലേ. ഇത് ഞാനൊക്കെ ചെറുതിലെ ഒരു ടൈമില് നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചിൽ കയറണേക്ക് മുന്നേ ഞങ്ങൾ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ ചായ കുടിക്കും, തിരിച്ചു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഇല്ലാണ്ട് പോവാൻ പറ്റിയ അത്രയും പരിചയമായി മൂന്നാറൊക്കെ പോയി. ഗൂഗിൾ മാപ്പ് ഇല്ലാണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ മൂന്നാർ പോയിട്ടുണ്ട്. ഞാനും എന്റെ ഫ്രണ്ട് ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ എന്താ വന്നേ? അതിന് മുന്നേ യാത്ര ചെയ്ത വഴികളൊക്കെ അത്രയും പരിചയം. നമ്മ അത്രയും തവണ പോയിട്ടുണ്ട്. ഇപ്പൊ ഗൂഗിൾ മാപ്പിന്റെ മൊബൈലിന്റെ ഒക്കെ കടന്നു വരവിന് മുന്നേ ജീവിച്ചിരുന്ന ചേട്ടനാണ്. ചേട്ടന്റെ കഥകൾ പറഞ്ഞു. എനിക്കെന്ത് കഥ ഇനി നിനക്ക് എവിടേക്ക് പോകാനാണ് ആഗ്രഹം? എനിക്ക് ഇനി കാശ്മീർ പോകണമെന്നുണ്ട് ഡിസംബറിൽ. ഡിസംബറിൽ ഭയങ്കര തണുപ്പായിരിക്കില്ലേ? ഡിസംബർ തണുപ്പാണല്ലോ വേണ്ടേ, മഞ്ഞാണല്ലോ വേണ്ടേ? ഭയങ്കര മഞ്ഞായിരിക്കില്ലേന്ന് ചോദിച്ചോടെ. മഞ്ഞ് കാണാനല്ല നമ്മ കാശ്മീർ പോകണം, അല്ലെങ്കിൽ രാജസ്ഥാൻ പോയപ്പോ അങ്ങനെ മഞ്ഞൊന്നുമില്ല. മലകളാണ് കാശ്മീര്. എനിക്കറിയില്ലട്ടോ അതിനെ കുറിച്ച് മഞ്ഞുമലകളാണ് അത്. ഗ്രാമങ്ങളിലാണ് ഈ മറ്റേ എന്താ അടൽ ടണല്. അടൽ ടണലൊക്കെ അടൽ സോണിയല്ല, ഈ അടൽ ടണൽ എന്ന് പറയുന്ന സംഭവം. ഇത് കടന്നു കഴിഞ്ഞ് കഴിയുമ്പോ വേറൊരു ലോകം, മഞ്ഞ് ഇങ്ങനത്തെ ഒരു വിഷ്വലില് ടിവിയിലൊക്കെ കണ്ടിരുന്നു. ആ ഒരു സാധനം കാണുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ടൈമിലൊക്കെ തന്നെ പോകണം. ഡിസംബർ ആണ് ബെസ്റ്റ് കാശ്മീർ പോവാൻ. വണ്ടികളൊക്കെ സ്കിഡ് ചെയ്ത് ഭയങ്കര മഞ്ഞ് വീണ് ഉറച്ചിടക്കുന്നത്. ബൈക്കിന് പോക്ക് നടക്കും, പക്ഷെ എക്സ്പെൻസ് കൂടുതലാ. ബൈക്കിന് പോകണമെങ്കിൽ നടക്കണതിനാ ബൈക്കും പോയപ്പോ. അല്ല, ബൈക്കിന് പോലും നടക്കും പറഞ്ഞാ. പോക്ക് നടക്കും. എക്സ്പെൻസ്. ഞാൻ ട്രെയിന് പോകാൻ ഉദ്ദേശിക്കണ. ട്രെയിൻ യാത്ര
ട്രെയിൻ യാത്ര നല്ലൊരു എക്സ്പീരിയൻസ്. ട്രെയിൻ നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതല്ല, നമുക്ക് നല്ല റിഫ്രഷ്മെന്റ് വരും. നമുക്ക് ഒരുപാട് പേരുണ്ടാവും ട്രെയിനില്. അതുപോലെ തന്നെ ട്രെയിൻ ആകുമ്പോ നമുക്ക് പെട്രോൾ അടിക്കണ്ട, അത് മോദിച്ചടിച്ചോളൂ ട്രെയിനില്. ആകെ ഇന്നത്തെ ദിവസം വന്നിട്ട് പുള്ളി മിണ്ടിയേക്കണം കേസിന് ട്രെയിൻ കോമഡി. അതാണ് ഇങ്ങനെ ചീഞ്ഞാണെങ്കിൽ ഇങ്ങനെ കുഴിച്ചിടേണ്ട പരുവത്തിലേക്കായി. എനിക്ക് 2-3 സ്ഥലങ്ങളുണ്ട്. ചെറുപ്പം തുടങ്ങി നമ്മ സ്കൂളിൽ 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നമ്മ കണ്ടേക്കുന്നത് പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, മലയാള ബുക്കിൽ വായിച്ചത് ലക്ഷദ്വീപ് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അതിനകത്ത് പൗരപ്പുറ്റുകളും കുറെ മീനുകളും അതൊക്കെ അങ്ങനെ ഒന്നൊരു ആഗ്രഹം ഉണ്ടായി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ മേഘാലയ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മേഘാലയയില് മറ്റേ 365 ദിവസവും മഴ പെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. 365 ദിവസം മഴ പെയ്യുന്ന സ്ഥലം ചിറാപുഞ്ചി. എപ്പോഴും മഴയാണ്, ഫുൾ ടൈം മഴയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ്. അതൊക്കെ പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ പക്ഷെ ഭയങ്കര ഒരു അടിപൊളി സ്ഥലം ഉണ്ടാ ഈ മേഘാലയ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ പോയിട്ടുണ്ട്. പെട്ടെന്ന് നീ പോയിട്ടോന്ന് ഞാൻ ഇതേമാതിരി തന്നെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. ഇടുക്കിയിലേക്ക് പോയിക്കണേ. ആൾക്കാരൊന്നും പറയണില്ല. നമ്മുടെ കൂടെ കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ പറയാം. ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവര് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. ഇവരവിടെ ചെന്നിട്ട് ഇവർക്ക് മലയും കയറാൻ പറ്റില്ല, ഒന്നും കയറാൻ പറ്റൂല. ആദ്യ ഒരു സ്ഥലത്ത് നിന്ന് അത് മറ്റേ നമ്മുടെ ഏറ്റവും മറ്റേ ഹൈ പോയിന്റിൽ കാറ്റൊക്കെ അടിക്കുന്ന ഒരു സ്ഥലമില്ലേ, ആ സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. വ്യൂ പോയിന്റ് എന്തെങ്കിലും ഈ സ്ഥലത്തേക്ക് കയറാനായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ രാമക്കൽമേട് രാമക്കൽമേടില് അതിന്റെ മുകളിലേക്ക് കയറണം. അതിന്റെ മുകളിൽ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലമൊക്കെ കണ്ടിട്ടില്ലേ, ഏറ്റവും ടോപ്പിലെത്തണം. ടോപ്പ് സ്റ്റേഷൻ രാമക്കൽമേട്. അതിന്റെ വ്യൂ കിട്ടണമെങ്കിൽ ഏറ്റവും ടോപ്പിലെത്തണം. താഴത്തെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആശാമാര് അവശതയായി. അവിടെ നിങ്ങൾ വേണമെങ്കിൽ കയറിട്ടോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥലം കാണാൻ പോകുന്നത് മറ്റേ അഞ്ചുരുളി, അതിന്റെ വെള്ളച്ചാട്ടം. അത് കഴിഞ്ഞിട്ട് രാത്രി റൂമിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അമ്പരപ്പ് തെറി. ഈ മലയും ഈ പുഴയും കാണാനാണെങ്കിൽ നമ്മുടെ നാട്ടില് ഈ പുഴയുണ്ട്, ഈ മലയുണ്ട്, ഇതിലുണ്ട്, ഇത്രയും പൈസ കൊടുത്ത് ഇങ്ങടേക്ക് വരണോന്ന് ചോദിച്ചു. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അന്നത്തെ ട്രിപ്പ് മൊത്തം വന്ന വഴിക്കൊക്കെ തെറിയണു. അപ്പൊ ആ ട്രിപ്പിന്റെ ഒരു മൈൻഡ് വന്നത്, ഇവരുടെ കൂടെ വന്നത് മോശമായി പോയി, വണ്ടാന്നായി പോയി. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ്. മെയിനായിട്ട് പ്രായവർക്കൊന്നും അങ്ങനെ അത്ര സഞ്ജടാ പറഞ്ഞ പോയിന്റ് വെറും മണ്ടത്തരാണ്. പ്രായമായിട്ട് ഒരു അപ്പാപ്പനമ്മാമയും ചായക്കടയൊക്കെ പറ്റില്ല നമുക്ക്. മല കയറാൻ പറ്റേണ്ടത് മല കയറുന്നല്ല, പ്രായത്തിന്റെ ഉണ്ട്. സഞ്ചാരണം എന്താന്ന് അറിയോ, നമ്മൊരു ഗാനമേളക്ക് വീണ് ഫസ്റ്റ് വീട്ടിൽ പോകാന്ന് പറയുന്ന സഞ്ചാരണ കാരണം മുട്ടുവേന പ്രായമായില്ല. അത് ഇവൻ ഉദ്ദേശിക്കുന്ന പ്രായത്തിലാണ് അതിന്റെ ഇത് കാണുന്നത്. പക്ഷെ അത് മൈൻഡ് സെറ്റ് ആണ്. ഫസ്റ്റ് ഒരു ഗാനമേളക്ക് വയ്ക്കുന്ന സഞ്ചാരം പറയും ഇപ്പൊ വീട്ടിൽ പോവാ. നമ്മ ആയിരിക്കും സഞ്ചാരം ഫോൺ വിളിക്കാൻ പോണത്, എവിടെ കാലുവേന എടുത്തിട്ട് പോണതാണ് മുട്ടുവേന. എവിടേക്ക് വിളിച്ചാലും വരാത്ത ഒരാളുള്ളൂ ഇപ്പൊ. തന്ത വൈബ് എന്ന് പറയാൻ പറ്റുന്ന ഞാൻ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാണ്. യാത്ര പോകുമ്പോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള ഒരാൾക്കാരെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഒറ്റ മെയിൻ കാര്യം യാത്രകളിൽ പോവാ. യാത്ര പോവാൻ തീരുമാനിച്ച ഇറങ്ങി തിരിക്കുക, അതില് വേറെ പിന്തിരിയലൊന്നുമില്ല. പൈസ കാര്യം നോക്കണ്ട. പൈസ കാര്യം തന്നെയാണ്. കയ്യില് 10 പൈസ ഇല്ലാണ്ട് പോവാൻ നിൽക്കരുത്. പകുതി മാളെ തിരിച്ചു അങ്ങനത്തെ പരിപാടിക്ക് ഇല്ല. പൈസ വേണം. നമ്മ പോവാൻ തീരുമാനിച്ച പൈസ നമുക്ക് വരും. ഞാൻ പൈസ ഉണ്ടായിട്ടല്ല പോയെ. പൈസ നമുക്ക് കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യണമെങ്കിൽ പൈസ വലിയ ആവശ്യമൊന്നും തോന്നില്ല. നമുക്ക് അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലം വേണമെങ്കിൽ അതാണല്ലോ നമ്മളെല്ലാവരും ചെയ്യുന്നത്. നമുക്ക് കുഞ്ഞു കുഞ്ഞു യാത്രകൾ വലുതാക്കണം. സ്വപ്നങ്ങൾ വലുതാവണം. അപ്പൊ യാത്രകൾ വലുതാവട്ടെ. എല്ലാരും യാത്ര ചെയ്യട്ടെ, പറക്കട്ടെ, എല്ലാരും കൂടെ വായത്താളം പറക്കട്ടെ. അപ്പൊ ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന ദൂതൻ എന്ന് വിളിക്കുന്ന അഖിൽജോയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ ആശംസകളും തരുന്നു. ഇനിയുള്ള യാത്രകൾ ഒരുപാട് നടക്കട്ടെ.
നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവെച്ച ദൂതന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ എല്ലാവരും വായ്ത്താളത്തിന്റെ പേരിൽ നന്ദി. അപ്പൊ അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.